ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പലിശ ഇടപാടുകാരൻ പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത് മുസ്തഫയുടെ കുടുംബത്തിന് നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി. തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിന് 3,30,00,000 രൂപ വാടക ഇനത്തിൽ കുറച്ചു കൊടുക്കുവാനുള്ള കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. കൌൺസിലർമാർക്ക് ബാധ്യത വരുത്തുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ബിനിയുടെ പേരിൽ കുടിശ്ശിക 1 രൂപയാണെങ്കിൽ പോലും അത് പിരിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം. മുഖ്യപ്രതിയുടെ സഹോദരന്റെ ഭാര്യയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശിനി ഷാനയാണ് അറസ്റ്റിലായത്. ആദൂരിൽ 4 വയസ്സുകാരൻ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചു. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ്, കണ്ടാണശ്ശേരി ശ്രാമ്പിക്കൽ ദിവേക് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ദിവേകിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ RC ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു. പ്രഗിലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിന് പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവലേർപ്പെടുത്തി. കഴിഞ്ഞ 10-നാണ് കർണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. 6 ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് 40 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് സഹോദരൻ ഹക്കീം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കിയും ദിവിഷിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തത്. പ്രതികൾക്കെതിരെ കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. പ്രഹ്ലേഷ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും പണം കടം വാങ്ങിയവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായി പറയുന്നു. 20-ന് ഗുരുവായൂർ സ്വദേശിക്ക് അയച്ച സന്ദേശത്തിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മുസ്തഫയിൽ നിന്ന് സ്ഥലം ഉൾപ്പെടെ പലിശക്കാരൻ എഴുതി വാങ്ങിയിരുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ രക്ഷാധികാരി M ബാലാജി പറഞ്ഞു. മുസ്തഫയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം പലിശയ്ക്കെടുത്തുന്നതിന് പകരമായി 3.5 സെന്റ് സ്ഥലം എഴുതി നൽകിയിരുന്നു. മുതലും പലിശയും കിഴിച്ച് ബാക്കി തുക തിരികെ നൽകേണ്ടതിനു പകരം വീണ്ടും മുസ്തഫയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തത്. ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് മെല്ലെപ്പോക്കുണ്ടായോ എന്ന കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഫ്രാൻസിസ്,
ജോഫി കുര്യൻ തുടങ്ങിയവരും ബാലാജിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫയുടെ ആത്മഹത്യക്കിടയാക്കിയ പലിശ മാഫിയയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഐ ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി NP നാസർ ആവശ്യപ്പെട്ടു. നിരവധി കച്ചവടക്കാർ പലിശ മാഫിയയുടെ പിടിയിലാണ്. പലിശ മാഫിയ ഗുണ്ടാ സംഘങ്ങളെ ഭയന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയാതിരിക്കുന്നത്. ശബരിമല സീസൺ സമയത്ത് സജീവമാകുന്ന ഇത്തരം മാഫിയകൾ ഗുരുവായൂരിൽ കേന്ദ്രീകരിക്കുന്നത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദം കൌൺസിൽ യോഗത്തിൽ വീണ്ടും ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. വാടക അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് ബിനി ടൂറിസ്റ്റ് ഹോം സീൽ ചെയ്യുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കത്ത് നൽകിയിട്ടും കുടിശ്ശിക വാങ്ങാനോ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കാനോ കഴിയാത്ത കോർപ്പറേഷൻ നടപടിക്കെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ നിയമവശം നോക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐയിലെ സാറാമ റോബ്സണും രംഗത്ത് വന്നതും ഭരണപക്ഷത്തെ വെട്ടിലാക്കി. അതേസമയം ബിനിയുടെ പേരിൽ കുടിശ്ശിക 1 രൂപയാണെങ്കിൽ പോലും അത് പിരിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നും ഒരാൾക്ക് പോലും അതിന്റെ ബാധ്യത വരില്ലെന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ലെന്നും മേയർ MK വർഗീസ് വ്യക്തമാക്കി. നിർമ്മാണ പ്രവൃത്തികൾക്ക് ലൈസൻസിക്ക് വിട്ടുകൊടുത്തതു മുതൽ ഇതുവരെ 3.30 കോടി രൂപ വാടക അടയ്ക്കാനുണ്ടെന്നിരിക്കെ അതിന്റെ ബാധ്യത കൌൺസിലർമാരുടെ പേരിലാകരുതെന്നും പ്രതിപക്ഷ കൌൺസിലർമാരായ ജോൺ ഡാനിയേലും ലാലി ജെയിംസും പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിൽ മഴമാപിനി സ്ഥാപിക്കണമെന്ന് ജോൺ ഡാനിയേൽ പൊതുചർച്ചയിൽ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപി MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ലഭ്യമാക്കുന്നതിനും അദ്ദേഹം ശുപാർശ ചെയ്ത പ്രവർത്തികൾ നടപ്പാക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളക്കെതിരെയും ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിയും ഗജസമ്പത്ത് ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെയുമാണ് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് യുവമോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമൃത അശോകന് പരിക്കേറ്റത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ ഇവർ നടപ്പാതയിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് ഇവർ പ്രാഥമിക ചികിത്സ തേടി. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡുകളിലെ പ്രസിഡന്റുമാർ കണ്ണടച്ചു തുറക്കും മുൻപ് കോടീശ്വരന്മാരാകുകയാണെന്ന് MT രമേശ് പറഞ്ഞു. ദേവസ്വം ബോർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കൊള്ള യാതൊരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ദയാനന്ദൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം നഷ്ടപ്പെട്ടതിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. ശബരിമല അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ CPMന് അഴിമതി നടത്താനുള്ള കറവപ്പശുവാക്കി മാറ്റിയിരിക്കുകയാണ്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പണം ബാങ്കിൽ നിന്ന് തിരിച്ചു ലഭിക്കാത്ത സാഹചര്യമാണ്. ദേവസ്വങ്ങൾക്കെതിരെ BJP നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്തുവകകൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കണക്കെടുക്കണം. ഗുരുവായൂർ ദേവസ്വത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു.
ദേവസ്വത്തിന്റെ സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ശേഖരത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളവയും സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും VK വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. ദേവസ്വത്തിന്റെ ആനകളുടെ മുറിച്ച കൊമ്പുകളും ചെരിഞ്ഞ ആനകളുടെ കൊമ്പുകളും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ശേഷമുള്ള ബാക്കിയുള്ള സ്വർണം കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മിന്റിൽ ഉരുക്കി ബാറുകളാക്കി മുംബൈയിലുള്ള SBI ബ്രാഞ്ചിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കുങ്കുമപ്പൂവ് പ്രത്യേക സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുന്നതായും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ സമർപ്പിച്ച 2000 കിലോ തൂക്കമുള്ള ഉരുളി തിടപ്പള്ളിയിൽ പായസ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 2019-20 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ ദേവസ്വം സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചതായും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനില്ലെന്നും ദേവസ്വം ചെയർമാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ 2ാം പ്രതിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 1ാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശിനി ഷാനയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ഷാന 500 നോട്ട് നൽകുകയും ഇത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത്. 500, 200, 100 രൂപകളുടെ കള്ളനോട്ടാണ് A4 ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ കളറിൽ പ്രിന്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. 40,000-ഓളം രൂപയുടെ കള്ളനോട്ടാണ് പോലീസ് പിടികൂടിയത്. ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞതോടെ 1ാം പ്രതി ജാബിർ ഒളിവിൽ പോയി. അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 1ാം പ്രതി ജാബിറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കളിക്കുന്നതിനിടയിൽ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി 4 വയസ്സുകാരൻ മരിച്ചു. ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. വീടിന്റെ ഉമ്മറത്തിരുന്ന് കുട്ടി കളിക്കുകയായിരുന്നു. ഇതിനിടയിൽ പേനയുടെ പുറകുവശത്തെ മൂടി അബദ്ധത്തിൽ വിഴുങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ശ്വാസം കിട്ടാതെ പിടയുന്നത് വീട്ടുകാർ കണ്ടത്. അല്പസമയത്തിനുള്ളിൽ കുട്ടി അബോധാവസ്ഥയിലായി. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കുട്ടിയെ പന്നിത്തടം അലമീൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലങ്സിന് സമീപം മൂടി പോലെയുള്ള വസ്തു കണ്ടെത്തിയിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് പേനയുടെ പുറകിലെ ചെറിയ മൂടിയാണെന്ന് സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. റാപ്പർ വേടനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചു. പരാതിക്കാരി ഹാജരാകേണ്ടെന്ന് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. തന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ നോട്ടീസിലുണ്ടെന്നും ഈ വിവരം പുറത്തുവിടരുതെന്നും പോലീസിന് കർശന നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു.
ഇതിന് പിന്നാലെയാണ് മൊഴിയെടുക്കാനുള്ള നോട്ടീസ് പോലീസ് പിൻവലിച്ചത്. ചാലക്കുടി തവളക്കുഴിപ്പാറ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന 44 കുടുംബങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കി നൽകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. തൃശൂരിൽ മാധ്യമ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് വനംവകുപ്പിന്റെ അധീനതയിലുള്ള ചാലക്കുടി ഉൾവനത്തിലെ 44 ആദിവാസികളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നൽകുന്നത്. ഉന്നതിയിലെ താമസക്കാർക്ക് വെള്ളം, വെളിച്ചം, വഴി എന്നിവയുടെ പോരായ്മകൾ പരിഹരിച്ച് കുട്ടികളുടെ +2 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കുമെന്നും MLA പറഞ്ഞു. മലബാർ സിമന്റ്സിലെ ഫ്ലൈ ആഷ് അഴിമതി കേസ് 4 മാസത്തിനകം തീർപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് തൃശൂർ വിജിലൻസ് കോടതി നടപടി ആരംഭിച്ചു. മലബാർ സിമന്റ്സിന് വൻ നഷ്ടമുണ്ടാക്കിയെന്ന കേസിലാണ് വിചാരണ. പ്രമുഖ വ്യവസായി VM രാധാകൃഷ്ണൻ, മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി, N കൃഷ്ണകുമാർ എന്നിവർ കേസിൽ പ്രതികളാണ്. കേസിലെ പ്രധാന സാക്ഷിയും മലബാർ സിമന്റ്സ് കമ്പനി സെക്രട്ടറിയുമായിരുന്ന ശശീന്ദ്രന്റെയും 2 മക്കളുടെയും കൊലപാതകമടക്കമുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനം ഈ കേസാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ നിലപാട് വഞ്ചനാപരമാണെന്ന് തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതി കുറ്റപ്പെടുത്തി. സുപ്രീം കോടതിയുടെ നിലവിലുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നം വീണ്ടും കോടതി കയറ്റി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ദുരുദ്ദേശപരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ പ്രഖ്യാപനങ്ങളിലെ കാപട്യമാണ് ഇത് തെളിയിക്കുന്നത്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവർക്ക് ചില മന്ത്രിമാർ തന്നെ ഒത്താശ ചെയ്യുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. സഭയും സമുദായവും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ സത്വര നടപടികൾ ആവശ്യപ്പെട്ട് നവംബർ 9 തൃശൂരിൽ സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കും. അതിരൂപത ജാഗ്രതാ സമിതി യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജോഷി വടക്കൻ, ഡോക്ടർ ജോബി കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞയുടൻ ബസിന്റെ ക്ലീനറായി തുടങ്ങി സാരഥിയായി തുടരുന്ന കർമ്മരംഗം 50 വളയം പിടിക്കാനുള്ള ഇഷ്ടം ഒടുങ്ങുന്നില്ല ഈ 66-കാരന്. ഒരേ ബസ് സർവീസിലാണ് ഈ ഡ്രൈവർ വിശ്വസ്തതയാർന്ന സേവനത്തിന്റെ 50 ആണ്ട് പിന്നിടുന്നത്. തൃശൂർ ഒല്ലൂർ ആനക്കല്ല് ചേർപ്പ് കോടന്നൂർ റൂട്ടിലോടുന്ന ശ്രീകൃഷ്ണ ബസ് സർവീസിലെ ഡ്രൈവറായ മാധവനാണ് 66-ാം വയസ്സിലും സജീവമായി കർമ്മരംഗത്തുള്ളത്. മുളയം സ്വദേശിയും ഇപ്പോൾ പൂത്തറയ്ക്കൽ നിവാസിയുമായ മണ്ണത്ത് മാധവന് പള്ളിപ്പുറത്തെ ശ്രീകൃഷ്ണ ബസ് കുടുംബവുമായുള്ള ബന്ധം 1976-ൽ തുടങ്ങിയതാണ്. 16-ാം വയസ്സിൽ ശ്രീകൃഷ്ണയുടെ ബെൻസ് ബസ്സിൽ ക്ലീനറായി ചേർന്ന മാധവൻ പിന്നീട് ഫർഗോയിലും ലൈലാൻഡിലുമൊക്കെയായി 10ഓളം ശ്രീകൃഷ്ണ ബസ്സുകളിൽ സാരഥിയായി. 76-ൽ ശ്രീകൃഷ്ണയിൽ ക്ലീനറായിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ചു കാലം ക്ലീനറായി പോയി. മെക്കാനിക്കലും അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ പഠിച്ചു. അന്ന് ഞങ്ങൾക്കൊരു ബസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ഫർഗോ എടുത്ത്, ഒരു പുതിയ വണ്ടി എടുത്ത് ലേലൻ്റെ അടുത്ത് ബോഡി കെട്ടി. പിന്നീട് വണ്ടികൾ ഒരു 4, 5, 6, 7 വണ്ടികളും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. 15 കൊല്ലം പൂർത്തിയായിട്ടും അങ്ങനെ ഇരിക്കായിട്ട്. അക്കാലത്ത് റിപ്പയറിങ്ങിന് ബസ് രാത്രിയിലാണ് വർക്ക്ഷോപ്പിൽ കയറ്റുക പതിവ്. അങ്ങനെ ബസിന്റെ മെക്കാനിക്കൽ ജോലികളും മാധവൻ സ്വായത്തമാക്കി. ആദ്യം ഡ്രൈവറായ ബസിന്റെ എഞ്ചിൻ പണി സ്വയം ചെയ്തിറക്കാൻ അന്നത്തെ ഉടമയായിരുന്ന പള്ളിപ്പുറം അയ്യപ്പത്ത് കുട്ടപ്പന്റെ പ്രോത്സാഹനത്തിലൂടെ മാധവന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം ഉടമയായ അയ്യപ്പത്ത് ശശിയുടെ അകാല വിയോഗത്തെ തുടർന്ന് ഇപ്പോഴത്തെ ഉടമ ശശിയുടെ സഹധർമ്മിണി ജയന്തിയും ശ്രീകൃഷ്ണയുടെ സാരഥ്യം മാധവനിൽ തന്നെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 90 തൊട്ട് ശശി എന്ന ആളുടെ കൂടിയാണ് ഞാൻ. ആളും മരിച്ചു, ഒരു കൊല്ലം മരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടി കൊണ്ട് നടക്കും. നമ്മൾ തന്നെയായിട്ട് ഇപ്പോൾ ഒരു ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ഇപ്പോഴും ശാരീരികമായും മാനസികമായും പ്രശ്നത്തിലാണ് പോകുന്നുണ്ട്. അത്യാവശ്യം വീട് ചെറിയ സൗകര്യങ്ങളൊക്കെ ആയി പോകും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് പണി ചെയ്യണമെങ്കിലും അതിനോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അരനൂറ്റാണ്ടിനിടയിൽ പറയത്തക്ക അപകടങ്ങളൊന്നും സംഭവിക്കാത്ത വിധം ബസിന്റെ വളയം ഇപ്പോഴും മാധവന്റെ കയ്യിൽ ഭദ്രമാണ്.
കയ്യൂക്കിൻ്റെയും മത്സരപ്പാച്ചിലുകളുടെയും പരുക്കൻ രീതി സ്വീകരിക്കാതെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിലൂടെ വേറിട്ട മാതൃകയാവുകയാണ് ഈ 66-കാരൻ. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. എറവക്കാട് ഓടഞ്ചിറ ഷട്ടറിന് സമീപം മണലി പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. പുഴയോരത്തെ തെങ്ങും കവുങ്ങും മുളങ്കൂട്ടവുമാണ് പുഴയിലേക്ക് മറിഞ്ഞു വീണത്. പുഴയിലേക്ക് വീണ മരങ്ങൾ ഒഴുകിയെത്തി ഷട്ടറിൽ തടഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയിൽ വീണ മരങ്ങളും മുളങ്കൂട്ടവും നീക്കം ചെയ്യാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് പുഴയോരം ഇടിഞ്ഞ് മരങ്ങൾ കടപുഴകിയത്. മരങ്ങൾ ഷട്ടറിൽ വന്നടിഞ്ഞാൽ ഷട്ടർ ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് കർഷകർ പറയുന്നു. കാലവർഷത്തിൽ ഓടഞ്ചിറയുടെ എല്ലാ ഷട്ടറുകളും ഉയർത്താൻ കഴിയാത്തതുമൂലം കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം സംഭവിച്ചിരുന്നു. കനത്ത മഴയിൽ പുല്ലഴിയിൽ വൻ കൃഷിനാശം. വിത കഴിഞ്ഞ 200 ഏക്കറിലധികം സ്ഥലത്താണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. വെള്ളം വറ്റിച്ചു കളയാനുള്ള ശ്രമം ആരംഭിച്ചതായി പുല്ലഴി കോൾപ്പടവ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. ഗുരുവായൂരിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. ഗുരുവായൂർ നഗരസഭ മുൻ കൌൺസിലർ പുത്തമ്പള്ളി മുട്ടത്ത് പരേതനായ ഡേവിഡിന്റെ വീട്ടുമതിലാണ് തകർന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. കെ രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 75 സ്കൂളുകളിൽ നിന്നുള്ള 6000-ഓളം കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം ആത്മഹത്യ ചെയ്ത കോടശ്ശേരി ചെമ്പൻകുന്നിലെ ലിൻഡോയുടെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം വീട്ടിലെത്തിച്ചു. വെള്ളിക്കുളങ്ങര പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് മരണകാരണം എന്ന് ആരോപിച്ച് വീട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. മരണകാരണം അന്വേഷിക്കുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് വെള്ളിക്കുളങ്ങര പോലീസ് ലിൻഡോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റിരുന്നു. ഇതിലെ പ്രതി ഡെയ്സൺ ഒളിവിൽ പോയപ്പോഴാണ് സുഹൃത്തായ ലിൻഡോയെ പോലീസ് ചോദ്യം ചെയ്യാൻ നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. സ്കൂൾ യുവജനോത്സവങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ അത്ഭുതകരമായ അടയാളപ്പെടുത്തലുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മുക്കാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിശു കേന്ദ്രീകൃതമായ കലോത്സവമായി ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം മാറണമെന്നും സ്വർണ്ണക്കപ്പ് തൃശൂരിൽ തന്നെ നിലനിർത്താനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. മുക്കാട്ടുകര ബദലഹേം ഹൈസ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ
മേയർ M.K. വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, കോർപ്പറേഷൻ കൌൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സുബി സുകുമാരൻ, രേഷ്മ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ 90 സ്കൂളുകളിൽ നിന്നുള്ള 4600ഓളം കുട്ടികളാണ് 18 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കലോത്സവത്തിന്റെ 2ാം ദിനമായ വ്യാഴാഴ്ച ഒപ്പന, ഭരതനാട്യം, നാടോടി നൃത്തം, ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ, മാർഗംകളി, പരിചമുട്ട്, വട്ടപ്പാട്ട്, ചവിട്ടുനാടകം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാ വേലി ഇടിച്ചു തകർത്തു. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ പറ്റി. കാറിന്റെ ഒരു വശവും തകർന്ന നിലയിലാണ്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കുകൾ ഇല്ല. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കോടാലി ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് വീണു. മൂന്നുമുറി സ്വദേശി ജോർജ് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുളത്തിൽ വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് കയറ്റി. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിയിൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺസൺ അന്തിക്കാട്ട് സന്ദേശം നൽകും. ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട സഹകാർമ്മികത്വം വഹിക്കും. രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ മാലാഖയുടെ പന്തലിൽ നേർച്ച ഭക്ഷണ വിതരണം നടക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ
പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പലിശ ഇടപാടുകാരൻ പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത് മുസ്തഫയുടെ കുടുംബത്തിന് നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി. തൃശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിന് 3,30,00,000 രൂപ വാടക ഇനത്തിൽ കുറച്ചു കൊടുക്കുവാനുള്ള കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. കൌൺസിലർമാർക്ക് ബാധ്യത വരുത്തുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ബിനിയുടെ പേരിൽ കുടിശ്ശിക 1 രൂപയാണെങ്കിൽ പോലും അത് പിരിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് മേയർ എം കെ വർഗീസ്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം. മുഖ്യപ്രതിയുടെ സഹോദരന്റെ ഭാര്യയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശിനി ഷാനയാണ് അറസ്റ്റിലായത്. ആദൂരിൽ 4 വയസ്സുകാരൻ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചു. കണ്ടേരിവളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.